താനെന്താണ് അവിടെ കുഞ്ഞു കിടന്ന പരിപാടി? താൻ തന്നെ നോക്കണ്ട. ഒന്നുമില്ല മിസ്സേ. സോന, താനല്ലേ പ്രിയയുടെ അടുത്തിരുന്നേ? പ്രിയ അവിടെ എന്തായിരുന്നു പരിപാടി? അത് ഇവിടെ റെക്കോർഡ് വരയ്ക്കുമായിരുന്നു മിസ്സേ. സോന അവിടെ ഇരുന്നു. താൻ എന്തിനാണ് ഈ കള്ളം പറയുന്നേ? തനിക്ക് അറ്റ്ലീസ്റ്റ് സത്യമെങ്കിലും പറഞ്ഞൂടെ? മിസ്, ഞാൻ റെക്കോർഡ് വരച്ചില്ല, വരയ്ക്കാൻ എടുത്തതേ ഉള്ളൂ. മിസ് ക്ലാസ് തുടങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ക്ലാസ്സിലിരുന്ന് തനിക്ക് റെക്കോർഡ് വരയ്ക്കാം. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങാത്തതാണ് പ്രശ്നം. അയ്യോ മിസ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. റെക്കോർഡ് ഞാൻ ഇന്ന് രാവിലെ ക്ലാസ്സിൽ കയറുന്നതിന് പിന്നെ സബ്മിറ്റ് ചെയ്തിട്ട്, കാരണം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണല്ലോ. ബാക്കി എല്ലാവരും സബ്മിറ്റ് ചെയ്തോ? തനിക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? മിസ്, എനിക്ക് റെക്കോർഡ് കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. തന്റെ റെക്കോർഡ് ഇനി എനിക്ക് സബ്മിറ്റ് ചെയ്യണ്ട, ഞാൻ കറക്റ്റ് ചെയ്ത് തരില്ല. ഓക്കെ, റെക്കോർഡിന്റെ മാർക്ക് ഞാൻ കട്ട് ചെയ്തേക്കാം. സോറി മിസ്. സോറിയോ? തനിക്ക് നാണം ഉണ്ടോടോ? ഇത്രയും സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്തു, എന്നിട്ട് താൻ മാത്രം ക്ലാസ്സിലിരുന്ന് വരയ്ക്കുന്നു. മിസ്, ഞാൻ വരച്ചില്ലല്ലോ, വരയ്ക്കാൻ എടുത്തതല്ലേ ഉള്ളൂ. അതിന് താൻ എന്തിനാ എന്നോട് ചൂടാവുന്നേ? മിസ്സേ, കാര്യം പറഞ്ഞതാ. എങ്കിൽ ഇനി പ്രിയ പറയുന്നത് ഞാൻ കേൾക്കാം. പ്രിയക്ക് റെക്കോർഡ് വരയ്ക്കാൻ സ്പെഷ്യൽ ടൈം ഒക്കെ തന്നിട്ട് പ്രിയ റെക്കോർഡൊക്കെ വരച്ച് തീർത്തിട്ട് ഞാൻ ക്ലാസ് എടുക്കാം. താൻ ആ സൈഡിലോട്ട് വല്ല മാറി നിൽക്ക്. രാവിലെ ക്ലാസ്സിലേക്ക് കേറുമ്പോ തന്നെ ഓരോന്നുങ്ങൾ വന്നോളും. തനിക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വരാൻ പറ്റത്തില്ലെങ്കിൽ ക്ലാസ്സിലോട്ട് വരണ്ട. ദയവ് ചെയ്ത് ഞങ്ങൾ ടീച്ചേഴ്സിനെ ഇങ്ങനെ ബുദ്ധിമുട്ടി. ഒരാള് കാരണം ഈ ക്ലാസ്സിൽ പഠിക്കാൻ വന്നേക്കുന്ന ബാക്കി സ്റ്റുഡൻസിന്റെ ടൈം കൂടെ വേസ്റ്റ് ആവുന്നത്. ടെക്സ്റ്റ് എടുക്കും പിള്ളേരെ. ഇന്നലെ എവിടെയായിരുന്നു പഠിപ്പിച്ചു ചേർത്തിയത്?